വയനാട്ടുകാരനെ സഹായിക്കാന്നുള്ള രീതിയിൽ നമ്മൾ പാലക്കാട് നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറേ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തുടക്കം ചുരത്തിൽ നിന്ന് കയറുമ്പോൾ കുറേ ചെക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലുപരി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കൽപ്പറ്റയിലുള്ള മറ്റേ സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് കളക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ്. ക്യാമ്പല്ല, കളക്ഷൻ സെൻറ്ററിലാണ്. ഇവിടെ ഏകദേശം 31 ക്യാമ്പുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതിയിൽ പെട്ടതും അതുപോലെ തന്നെ ഇങ്ങനെ ഇന്നലെ അതായത് കുറച്ച് ദിവസം മുമ്പ് സംഭവിച്ച ഈ ദുരിതത്തിലും പെട്ട ആൾക്കാരാണ് ക്യാമ്പിൽ വന്നിരിക്കുന്നത്. 31 ക്യാമ്പുകളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നേരെ എന്തെങ്കിലും സാധനമായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു തടസ്സമില്ല, നേരെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. സോ ക്യാമ്പിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ തന്നെ ഒരു ലിങ്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇപ്പോൾ നിലവിലുള്ള ആവശ്യകത അതിന് മനസ്സിലാക്കി സാധനങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ എനിക്ക് പാസ് ചെയ്യാൻ പറ്റിയത്